ജോസ് അൽവരേങ്കയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടലിൽ സാഹസികമായി അകപ്പെട്ട് അതിജീവിച്ചതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഈയിടെയായി നമ്മളെ എല്ലാവരും വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ അർജുൻ മിസ്സായതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാവർക്കുമുള്ള ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത്. എന്നാൽ ഒരു കാര്യം സത്യമായുള്ള കാര്യമാണ് എന്നുള്ള ഒരു കാര്യം ഒരു ഘട്ടത്തിൽ എല്ലാ ജനങ്ങളും മറന്നുപോയി എന്ന് വേണം പറയാൻ. ഒരു മനുഷ്യന് എത്ര നാൾ ആഹാരമില്ലാതെ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഭക്ഷണമോ വെള്ളമോ ഓക്സിജനോ ഇല്ലാതെ മനുഷ്യ ശരീരത്തിന് എത്ര കാലം നിലനിൽക്കാനാകും? മനുഷ്യ ശരീരത്തിന് ഭക്ഷണമില്ലാതെ 30 മുതൽ 40 ദിവസം വരെ നിലനിൽക്കാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് വെള്ളമില്ലാതെ 3 മുതൽ 4 ദിവസം വരെ മാത്രമേ ജീവിക്കാൻ കഴിയുമെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് കൂടിപ്പോയാൽ 3 മുതൽ 4 മിനിറ്റ് വരെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നും കണക്കാക്കപ്പെടുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഈ സാധ്യതകളിൽ ഒന്നും തന്നെ പെടാതെ മിസ്സായതാണ് എങ്കിൽ ജീവനോടെ കിട്ടിയേനെ. എന്നാൽ മണ്ണിനടിയിലോ വെള്ളത്തിലോ അകപ്പെട്ടാൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. 1975 എൽ സാൽവഡോറിലെ അഹുവാജ പാലിലെ ഗെരിറ്റ പാൽമേറയിലാണ് ജോസ് അൽവരാങ്ക ജനിച്ചത്. തൻ്റെ 20-ാം വയസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ വീട് വിട്ടിറങ്ങി. ഒരു വഴക്കിനിടെ അൽവരാങ്കയ്ക്ക് നിരവധി തവണ പരിക്കേറ്റു. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അൽവരാങ്കെ തൻ്റെ സുരക്ഷയെ ഭയന്ന് അവൻ രാജ്യം വിടുകയുണ്ടായി, തൻ്റെ മാതാപിതാക്കളെയും മകളെയും ഉപേക്ഷിച്ച്. ഒടുവിൽ അദ്ദേഹം മെക്സിക്കോയിലെ കോസ്റ്റ അസുൽ എന്ന ചെറിയ ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കി. മത്സ്യത്തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. ഒരു ദിവസം എന്നത്തെയും പോലെ ആഴക്കടലിൽ മത്സ്യബന്ധന യാത്രയ്ക്ക് പുറപ്പെടാൻ അൽവരാങ്ക തൻ്റെ ചെറിയ മോട്ടോർ ഘടിപ്പിച്ച ബോട്ടിൽ യാത്ര തിരിച്ചു. ചെറിയ അളവിലുള്ള ഭക്ഷണവും മത്സ്യബന്ധന ഉപകരണങ്ങളും ഒരു എമർജൻസി റേഡിയോയും മാത്രമാണ് അദ്ദേഹം കൂടെ കൊണ്ടുപോയത്. പതിവ് മത്സ്യബന്ധന പങ്കാളി അവസാന നിമിഷം പിന്മാറിയതിനെ തുടർന്ന് പരിചയമില്ലാത്ത ഒരു ക്രൂ അംഗത്തെ എസക്കിയോൺ കോർഡോബ എന്ന 23-കാരനായ കൗമാരക്കാരനെ കൊണ്ടുപോകാൻ അദ്ദേഹം നിർബന്ധിതനായി. ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ യാത്ര വളരെ രസകരമായി തോന്നി രണ്ടുപേർക്കും. 1100 പൗണ്ടിലധികം മത്സ്യമുണ്ടായിരുന്നു. അത് ഒരു റെഫ്രിജറേറ്ററിൻ്റെ വലിപ്പമുള്ള ഒരു ഐസ് ബോക്സിൽ പാക്ക് ചെയ്തു വച്ചു. അധികം താമസിക്കാതെ ഒരു വലിയ കൊടുങ്കാറ്റിൽ അവർ അകപ്പെട്ടു. അത് അവരുടെ മോട്ടോർ നശിപ്പിക്കുകയും റേഡിയോയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. കടലിൽ അകപ്പെട്ട അവർ ഭക്ഷണവും മറ്റ് സുരക്ഷാ സാമഗ്രികളും ഇല്ലാതെ കടലിൽ ജീവന് വേണ്ടി മല്ലിടാൻ തുടങ്ങി. തീരത്തേക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ഭീഷണിയായി കൊടുങ്കാറ്റ് 5 ദിവസം നീണ്ടു നിന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ബോട്ടിൽ നിലയുറപ്പിച്ച അവർ കുറേ ദിവസം ആമകൾ, പക്ഷിരക്തം, മത്സ്യം എന്നിങ്ങനെ കൊണ്ട് ഏകദേശം 10 ആഴ്ചകളോളം അതിജീവിച്ചതിന് ശേഷം കോർഡോബ അസുഖം പിടിപെട്ട് ബോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. അൽവരാങ്കയെ തനിച്ചാക്കി. നിരവധി തവണ സഹായ അഭ്യർത്ഥന അവഗണിക്കപ്പെട്ടു. അദ്ദേഹം തനിച്ച് സ്വയം 1 വർഷത്തോളം ജീവിച്ചു. എന്നാൽ കടലിൽ പോയതിനു ശേഷം 15-ാം മാസത്തിൽ മാർഷൽ ദ്വീപുകളുടെ ഒരു വിദൂര കോണായി മാറിയ ഒരു ചെറിയ ദ്വീപിലേക്ക് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. മെക്സിക്കോയിൽ നിന്ന് ഏകദേശം 6006 മൈൽ അകലെയുള്ള എബോൺ അറ്റോൾ എന്നാണ് ഈ ഒരു ചെറിയ ദ്വീപ് അറിയപ്പെട്ടിരുന്നത്. അൽവരാങ്കെ ഈ ദ്വീപ് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ച് ബോട്ട് ഉപേക്ഷിച്ച് കരയിലേക്ക് നീന്തി. മഴവെള്ളം സംഭരിച്ചും കടൽ പക്ഷികളുടെ രക്തം കൊണ്ടും മത്സ്യങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് അദ്ദേഹം കടലിൽ ഒറ്റപ്പെട്ടപ്പോൾ 1 വർഷത്തോളം പിടിച്ചു നിന്നത്. യാത്രയിലുടനീളമുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അദ്ദേഹം ആരോഗ്യവാനായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. തങ്ങളുടെ അതിജീവന സാധ്യത വളരെ ചെറുതാണെന്നറിഞ്ഞിട്ടും മരണത്തിനോട് പൊരുതി നിന്നാണ് രക്ഷപ്പെട്ടത്. കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കൂടെ കൊണ്ടുവന്ന ഭക്ഷണം തീർന്നപ്പോൾ വയറ് നിറയ്ക്കാൻ വേണ്ടി ബോട്ടിൽ ഇരിക്കാൻ വരുന്ന പക്ഷികളെ കൈകൊണ്ട് പിടിച്ചു കൊന്നും. അതുപോലെ വെള്ളത്തിന് ചുറ്റുമുള്ള മത്സ്യങ്ങളെ പിടിച്ച് പച്ചയ്ക്കും തിന്നാൻ തുടങ്ങി. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കുടിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ള കാരണം കൊണ്ട് കടലിൽ പൊങ്ങിക്കിടന്ന പ്ലാസ്റ്റിക് കുപ്പിയിൽ മഴവെള്ളം സംഭരിച്ചാണ് വെള്ളം കുടിച്ചിരുന്നത്. പക്ഷേ ദിവസങ്ങളോളം മഴ പെയ്യാതെ വന്നപ്പോൾ മത്സ്യങ്ങളെയും കടലാമകളെയും പിടികൂടി ദാഹമകറ്റാൻ അവർ അവരുടെ രക്തം കുടിച്ചു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മാസങ്ങളോളം അനുഭവിച്ച മാനസിക പീഡനം കാരണം ഒടുവിൽ ജോസിൻ്റെ പങ്കാളി പീഡനം സഹിക്കവയ്യാതെ 4 മാസത്തിനു ശേഷം ആത്മഹത്യ ചെയ്തു.
എന്നാൽ ജോസ് ഇതിനോടെല്ലാം പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. 11 മാസത്തിനു ശേഷം ജോസ് ഈ ചെറിയ ബോട്ടിൽ ഏകദേശം 8000 കിലോമീറ്ററോളം യാത്ര ചെയ്തു. എന്നാൽ 14 മാസങ്ങൾക്ക് ശേഷം വെള്ളത്തിൽ ഒരു തെങ്ങിൻ കഷ്ണം പൊങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി താൻ ജീവിതത്തിലേക്ക് അടുക്കുകയാണെന്ന്. ഒരു ദ്വീപ് തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 14 മാസത്തിനിടെ ജോസ് ആദ്യമായി ഭൂമിയിൽ കാൽ ചവിട്ടി. ദ്വീപിലെത്തിയപ്പോൾ ഒരു ചെറിയ ബീച്ച് ഹൗസ് കണ്ടു. അവിടെ രക്ഷയ്ക്കായി കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. ഈ ദ്വീപ് ജോസിൻ്റെ ആരംഭ പോയിന്റിൽ നിന്നും ഏകദേശം 11,000 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെ ആ ദ്വീപ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്.